ഹായ് ഓൾ, എല്ലാവർക്കും SSC മെന്ററിലേക്ക് സ്വാഗതം. നമുക്കറിയാം SSC എക്സാംസിന്റെ നടത്തിപ്പിൽ വലിയ ചേഞ്ചസ് വന്നിരിക്കുകയാണ്. ഈ വർഷത്തെ SSCയുടെ സെലക്ഷൻ പോസ്റ്റ് ഫേസ് എക്സാം തൊട്ടിട്ട് ഈ ചേഞ്ചസ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോവുകയാണ്. 2018 TCSും SSCയും വെച്ച് തുടങ്ങിയ ബന്ധമാണ് 2025 അവസാനിക്കുന്നത്. അപ്പോൾ ഇനി തൊട്ടിട്ട് TCS ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവുക, TCS ആയിരിക്കില്ല എക്സാംസ് നടത്താൻ പോകുന്നുണ്ടാവുക. ഓക്കെ, അപ്പോൾ പുതിയൊരു ഏജൻസി വന്നിരിക്കുകയാണ്. അപ്പോൾ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 2 ദിവസം മുന്നിൽ SSC പുതിയ ഗൈഡ് ലൈൻസ് പുറത്ത് വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഗൈഡ് ലൈൻസ് എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, വലിയ ചേഞ്ചസ് ഒന്നുമില്ല, പക്ഷെ എന്നാലും നിങ്ങൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് ഫ്രഷറായിട്ട് ഈ വർഷം എക്സാം എഴുതാൻ പോകുന്ന കുറേ കുട്ടികളുണ്ട്. അപ്പോൾ അവരൊക്കെ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. ക്ലിയർ? അപ്പോൾ നമുക്ക് SSC നമുക്ക് തന്നിരിക്കുന്ന ജനറൽ ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കിയാലോ. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് അഡ്മിഷൻ സർട്ടിഫിക്കറ്റ് കമ്മീഷൻ കോപ്പി. അതായത് ഇതുവരെ എക്സാംസ് എഴുതിയ ആൾക്കാർക്ക് അറിയായിരിക്കും, നിങ്ങൾ ഹോൾ ടിക്കറ്റ് എടുത്ത് എക്സാം ഹാളിൽ കയറി നിങ്ങൾ ആദ്യം എൻട്രി ഒക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിസ്റ്റം അലോക്കേറ്റ് ചെയ്യും. ഈ സിസ്റ്റം ഒക്കെ അലോക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടുത്തെ ഇൻവിജിലേറ്റർ നിങ്ങൾക്ക് ഒരു കമ്മീഷൻ കോപ്പി തരും. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ സൈൻ ചെയ്യണം, നിങ്ങൾ തമ്പ് വെക്കണം. പിന്നെ അതേപോലെ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന എന്താ പറയുക, ഒരു ചെറിയൊരു സെൻറ്റൻസ് ഉണ്ടാവും, അത് റണ്ണിങ് ഹാൻഡ് റൈറ്റിങ്ങിൽ നിങ്ങൾ അതിനകത്ത് എഴുതണം. അതൊരു സെപ്പറേറ്റ് കോപ്പി ആയിട്ടാണ് ഇത്രയും കാലം ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് അങ്ങനെ ആയിരിക്കില്ല. ഈ കമ്മീഷൻ കോപ്പി നമ്മുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിനോട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന ഹാൻഡ് റൈറ്റിങ്ങും ഇതൊക്കെ നിങ്ങൾ ചെയ്യുന്നത് നിങ്ങളുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ തന്നെ ആയിരിക്കും. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചേഞ്ച് എന്ന് പറയുന്നത്. ഒന്നാമത്തത്. രണ്ടാമത്തത്, ദ കാൻഡിഡേറ്റ് ഷുഡ് ക്യാരി വൺ വാലിഡ് ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് ഇൻ ഒറിജിനൽ. അതായത് നമ്മൾ സ്ഥിരമായി ചെയ്യുന്നതാണ്. കഴിഞ്ഞ വർഷവും നമ്മൾ എക്സാം എഴുതിയപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫോട്ടോ ഐഡന്റിറ്റി പ്രൂഫ് നമ്മൾ ക്യാരി ചെയ്യാറുണ്ട്. നമ്മൾ ആധാറോ അല്ലെങ്കിൽ വോട്ടർ ഐഡിയോ പാൻ കാർഡോ ഒക്കെ നമ്മൾ കൊണ്ടുപോകാറുണ്ട്. അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഫോട്ടോ ഐ ഡി പ്രൂഫ് നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഓക്കെ. മൂന്നാമത്തത്, നിങ്ങളുടെ ID പ്രൂഫിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്, അതായത് ഹോൾ ടിക്കറ്റിൽ നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് ബർത്ത് ഉണ്ടാവും. അഥവാ ഇൻ കേസ് ഈ 2 ഡേറ്റ് ഓഫ് ബർത്തും തമ്മിൽ എന്തെങ്കിലും മിസ്മാച്ച് ഉണ്ട് എന്നാണെങ്കിൽ നിങ്ങൾ എക്സ്ട്രാ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് പ്രൂവ് ചെയ്യുന്ന ഒരു എക്സ്ട്രാ ഡോക്യുമെന്റും കൂടി നിങ്ങൾ കയ്യിൽ വെക്കേണ്ടി വരും. ഓക്കെ. നാലാമത്തത്, അടുത്തായിട്ട് എന്താ അവർ പറയുന്നത്? വൺ ലൈവ് ഫോട്ടോഗ്രാഫ് ഓഫ് ദ കാൻഡിഡേറ്റ് ഈസ് ടേക്കൺ അറ്റ് ദ എൻട്രി ഓഫ് എക്സാമിനേഷൻ ഹാൾ. അതായത് സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ നമ്മൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈവ് ആയിട്ടുള്ള ഒരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യും. അപ്പോൾ ഇനീഷ്യലി ആ ഒരു ടൈമിലും പിന്നെ ചില എക്സാമുകളിൽ എക്സാം കഴിഞ്ഞു കഴിഞ്ഞാലും ആയിരിക്കും നിങ്ങളുടെ ഫോട്ടോ ക്യാപ്ചർ ചെയ്യുന്നുണ്ടാവുക. പക്ഷേ ഇപ്പോഴത്തെ ചേഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരുന്ന ഡെസ്ക് ടോപ്പിൽ തന്നെ നിങ്ങൾക്ക് ക്യാമറാസ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്കായിട്ട് നിങ്ങളുടെ ലൈവ് ഫോട്ടോസ് ക്യാപ്ചർ ചെയ്തുകൊണ്ടേയിരിക്കും. ക്ലിയർ? അഞ്ചാമത്തത്, നിങ്ങൾ ഫിസിക്കലി ഡിസേബിൾഡ് ആണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? PH ഡോക്യുമെന്റ്സ്, ഒറിജിനൽ PH ഡോക്യുമെന്റ്സ് നിങ്ങൾ ക്യാരി ചെയ്യണമെന്ന് SSC പറയുന്നുണ്ട്. ഏഴാമത്, കാൻഡിഡേറ്റ്സ് ഹു ആർ കമ്മിങ് ഫ്രം നോൺ ആധാർ റൂട്ട്സ്. അതായത് വൺ ടൈം രജിസ്ട്രേഷൻ്റെ ടൈമിൽ നിങ്ങൾ നോൺ ആധാർ റൂട്ട് വഴിയാണ് രജിസ്റ്റർ ചെയ്തതെങ്കിൽ, അത് പൊതുവേ ഭയങ്കര കുറവായിട്ടുള്ള ആൾക്കാരെ ഉണ്ടാവുള്ളൂ. മെജോറിറ്റി ആൾക്കാരും ആധാർ വെച്ച് തന്നെയാണ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടാവുക. അഥവാ നിങ്ങൾ നോൺ ആധാർ റൂട്ട് വഴിയാണ് ചെയ്തതെങ്കിൽ ആ ഒരു സെയിം ഡോക്യുമെന്റ്സ് ഇൻ ഒറിജിനൽ നിങ്ങൾ എക്സാം ഹാളിൽ കൊണ്ടുപോകണം എന്ന് SSC പറയുന്നുണ്ട്. ക്ലിയർ? അടുത്തതായിട്ട്, നോ ബാത്റൂം ബ്രേക്ക് ഷാൽ ബി അലൗഡഡ് ഫോർ കാൻഡിഡേറ്റ്സ്. അതായത് ബാത്റൂം ബ്രേക്ക് നിങ്ങൾക്ക് അലൗഡഡ് അല്ല. അഥവാ എന്തെങ്കിലും എമർജൻസി, അതായത് ബാത്റൂം ബ്രേക്ക് അത്രയും അത്യാവശ്യമാണ് എന്നെങ്കിൽ നിങ്ങൾ പോകുമ്പോഴും അതേപോലെ വരുമ്പോഴും നിങ്ങളുടെ ബയോമെട്രിക് SSC അല്ലെങ്കിൽ ഇൻവിജിലേറ്റർ കളക്ട് ചെയ്യും. ക്ലിയർ? പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കിയാലോ. അടുത്തതായിട്ട് 12ാമത്തെ പോയിന്റിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? കാൻഡിഡേറ്റ്സ് ആർ അഡ്വൈസ്ഡ് ടു റീച്ച് ദ വെന്യൂ ആസ് പെർ ദ ടൈം സ്ലോട്ട് ഇൻഡിക്കേറ്റഡ് അഗെയിൻസ്റ്റ് റിപ്പോർട്ടിംഗ് ഓർ എൻട്രി ടൈം ഇൻ ദ അഡ്മിഷൻ സർട്ടിഫിക്കറ്റ്. ഓക്കെ, അതായത് അഡ്മിഷൻ സർട്ടിഫിക്കറ്റിൽ എത്രയാണോ നിങ്ങളുടെ റിപ്പോർട്ടിംഗ് ടൈം എന്ന് പറയുന്നത് അതിനേക്കാളും വളരെ മുന്നേ തന്നെ നിങ്ങൾ എക്സാം സെൻറ്ററിൽ എത്തുക. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പുതിയൊരു ഏജൻസിയാണ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഫേസ് എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റ് വന്നപ്പോൾ നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലത്തൊന്നുമല്ല നമുക്ക് എക്സാം സെൻറ്റർ കിട്ടിയിട്ടുണ്ടാവുക.
കുറച്ച് ദൂരെയാണ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേ പ്രശ്നം തന്നെ SSCയുടെ എക്സാംസ്, CGLന്റെ എക്സാംസിലൊക്കെ വരാം. അപ്പോൾ അതുകൊണ്ട് നേരത്തെ തന്നെ നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണ്, അവിടെ എങ്ങനെ എത്താം, നിങ്ങളുടെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ആണോ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഓട്ടോ വഴിയാണോ പോകുന്നത്, എത്ര ടൈം എടുക്കും എന്നുള്ള എല്ലാ ഡീറ്റെയിൽസ് ഉറപ്പുവരുത്തുക. കാരണം എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾക്ക് റിപ്പോർട്ടിംഗ് ടൈമിൽ നിങ്ങൾക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ അവർ ഒരു എക്സ്ക്യൂസ് നിങ്ങൾക്ക് തരുന്നതല്ല, ഗേറ്റ് അവർ ക്ലോസ് ചെയ്യും, നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റില്ല. അപ്പോൾ നേരത്തെ തന്നെ നിങ്ങളുടെ എക്സാം സെന്റർ എവിടെയാണ് എന്താന്നുള്ളതൊക്കെ കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾ ഉണ്ടാക്കി വെക്കണം. ക്ലിയർ ആണല്ലോ? അടുത്തതായിട്ട് കാൻഡിഡേറ്റ്സ് ക്യാൻ ബ്രിങ് ദെയർ ഓൺ വാട്ടർ ബോട്ടിൽ. നിങ്ങൾക്ക് വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. SSC അത് ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, വാട്ടർ ബോട്ടിൽ കൊണ്ടുപോകാം. പക്ഷെ ദ ബോട്ടിൽ ഷുഡ് ബി ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള വാട്ടർ ബോട്ടിലിൽ നിങ്ങൾക്ക് വെള്ളം കൊണ്ടുപോകാം. 20ാമത്തെ പോയിന്റിൽ SSC പറയുന്നത് പ്രോഹിബിറ്റഡ് ഐറ്റംസ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന, ഓൾറെഡി എക്സാംസ് ഒക്കെ എഴുതിയ ആൾക്കാർക്ക് എല്ലാം അറിയുന്ന കാര്യമാണ്. നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഐറ്റംസ് നിങ്ങൾ അലൗഡ് അല്ല. ബുക്സ്, പെന്ന്, പേപ്പർ ഷീറ്റ്സ്, മാഗസിൻസ് ഇതുപോലുള്ള ഒരു സാധനങ്ങൾ അലൗഡ് അല്ല. അത് അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു ഇലക്ട്രോണിക് ഐറ്റംസ് നിങ്ങൾക്ക് അലൗഡ് അല്ല. നിങ്ങൾക്ക് വേണ്ട പെന്നും പേപ്പറും ഒക്കെ എക്സാം ഹാളിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ക്ലിയർ? വ്യക്തമായിട്ട് 23ാമത്തെ പോയിന്റിൽ എഴുതിയിട്ടുണ്ട്, പെൻ ആൻഡ് പേപ്പർ ഫോർ റഫ് വർക്ക് വുഡ് ബി പ്രൊവൈഡഡ് ഇൻ ദ എക്സാമിനേഷൻ ലാബ്. എക്സാമിനേഷൻ ലാബിൽ പെന്നും പേപ്പറും നിങ്ങൾക്ക് തരും. നിങ്ങൾ ഒരു സാധനവും നിങ്ങൾ കൊണ്ടുപോകണ്ട. ഇതുപോലെയുള്ള ഒരു 10-30 ഇൻസ്ട്രക്ഷൻസ് ആണ് SSC നമുക്ക് വേണ്ടി റിലീസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ PDF കൃത്യമായിട്ട് വായിക്കുക. നിങ്ങൾ ഫ്രഷർ ആയിക്കോട്ടെ അല്ലെങ്കിൽ വെറ്ററൻ ആയിക്കോട്ടെ, എന്തായാലും നിങ്ങൾ കൃത്യമായിട്ട് ഈ ഇൻസ്ട്രക്ഷൻസ് വായിക്കുക. കാരണം പുതിയൊരു ഏജൻസിയാണ് എക്സാംസ് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നല്ലൊരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് തന്നെ നിങ്ങൾ എക്സാം ഹാളിലേക്ക് പോവുക. പുതിയൊരു ഏജൻസി വരുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ ടെൻഷൻ ആവുമൊന്നും വേണ്ട. നിങ്ങളുടെ ഫണ്ടമെന്റൽ സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാവില്ല. നിങ്ങൾ കാരണം ക്വസ്റ്റ്യൻ്റെ ചെറിയൊരു എന്താ പറയുക, നമ്മൾ TCSൽ കണ്ട ആ ഒരു ഇതിന് ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ നിങ്ങളുടെ ഫണ്ടമെന്റൽ നോളജ് സ്ട്രോങ് ആണ്, നിങ്ങൾക്ക് ഇത്രയും നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾക്ക് നന്നായിട്ട് നിങ്ങൾക്ക് എക്സാം എഴുതാൻ സാധിക്കും. ഭംഗിയായിട്ട് എക്സാം എഴുതാൻ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് നിൽക്കുക. ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഇതേപോലെയുള്ള ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കിട്ടാനായിട്ട് SSC മെൻറ്ററിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ SSC റിലേറ്റഡ് ആയിട്ടുള്ള ഫ്രീ മെറ്റീരിയൽസും അപ്ഡേറ്റ്സും കൃത്യമായിട്ട് കിട്ടാനായിട്ട് SSC മെൻറ്ററിൻ്റെ ടെലഗ്രാമും സബ്സ്ക്രൈബ് ചെയ്യുക.